ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. നൂഡിൽസ് വെച്ചിട്ട് പൊക്കോടയാണ് ഉണ്ടാക്കുന്നത്. നൂഡിൽസ് പൊക്കോട ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കും, ഒത്തിരി പേര് ചെയ്ത് നോക്കിയിട്ടുള്ളതുമായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നോക്കാം. നൂഡിൽസ് പക്കോട ഉണ്ടാക്കാനായിട്ട് നമുക്ക് നൂഡിൽസ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇൻഡോമിയുടെ ചിക്കൻ ഫ്ലേവറിലുള്ള ഈ ഒരു നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നൂഡിൽസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനുള്ളിൽ ഫ്ലേവറിങ്ങിന് തന്നിട്ടുള്ള ഈ ഒരു പൊടി ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഈ നൂഡിൽസ് മാത്രമായിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നൂഡിൽസ് കുക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നൂഡിൽസ് ഒന്ന് ബ്രോക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള നൂഡിൽസൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുന്നതിന് പകരം കുറച്ചധികം വെള്ളം വെച്ചിട്ട് അതിൽ നൂഡിൽസ് കുക്ക് ചെയ്ത് ഊറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ ഒരു പരിധി വരെ നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളുടെ നൂഡിൽസ് ഇതവിടെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് തോർന്ന് വരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു നൂഡിൽസിൻ്റെ പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഇപ്പോൾ ഉപ്പ് ഉണ്ടാവും, എങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം, ഈ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. നൂഡിൽസിൻ്റെ എല്ലാ വശത്തേക്കും നമ്മളുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കടലമാവാണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഞാനിതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നൂഡിൽസിൻ്റെ ചെറിയൊരു നനവും അതുപോലെ തന്നെ സവാളയിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് വാട്ടറും മാത്രമേ ഇതിലുണ്ടായിരിക്കുള്ളൂ. അതിലൊന്ന് കോട്ടായിട്ട് ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ജെൻറ്റിലായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടിയൊക്കെ എല്ലായിടത്തും ഒന്ന് പറ്റിപ്പിടിച്ചിരിക്കണം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് പക്കവടയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നുള്ളിയിട്ട് കൊടുത്താലും മതി. ഇനി അതെല്ലാം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട എങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ എണ്ണയിലേക്ക് നുള്ളി ഇട്ട് കൊടുത്താൽ മതി, സാധാരണ പക്കവടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. ഞാനെന്തായാലും ചെറിയ ചെറിയ ബൈറ്റ് സൈസിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വരുന്നത് വരെ വറുത്തെടുക്കാം. എല്ലാ സൈഡും ഒരുപോലെ ആയി കിട്ടാനായിട്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് പക്കവട പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള നൂഡിൽസ് പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അകം നല്ല സോഫ്റ്റുമാണ്. ഇതിലൊട്ടും എണ്ണ കുടിച്ചിട്ടില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്.
തണുത്ത് കഴിഞ്ഞാൽ അത്ര തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ചൂടോടുകൂടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഈസിയുമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു പക്കവട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനാബിൾ ചെയ്തിടുവാണെങ്കിൽ ഞാൻ പിന്നീടിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.